ഹായ് ഫ്രണ്ട്സ്, ഈ വർഷത്തെ ഓണം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് അന്യ സംസ്ഥാനങ്ങളിലും അന്യ രാജ്യങ്ങളിലും കോവിഡ് കാരണം കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഒരു പാവയ്ക്ക പച്ചടി തയ്യാറാക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. വെൽക്കം ടു സറാക്കി TV. ആവശ്യമായ സാധനങ്ങൾ: കടുക്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, ഉപ്പ്, തൈര്, ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില, പഞ്ചസാര, തേങ്ങ, പാവയ്ക്ക, ഓയിൽ. ആദ്യം നമുക്ക് പാവയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓയിലിൽ. അതിനുവേണ്ടി ഓയിലൊന്ന് ചൂടാക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടി ചട്ടിയിലേക്ക് ഓയിൽ ഒഴിക്കാം. പാവയ്ക്കയിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാൻ വേണ്ടി. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരല്പം ഉപ്പും ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അപ്പോഴത്തേക്കും ചട്ടിയിൽ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇതിനെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അല്പം കൂടെ കളർ ആയതിനു ശേഷം നമുക്ക് കോരിയെടുക്കാം. ഇതിപ്പോൾ ഇപ്പം ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അടുത്തതായി നമുക്ക് തേങ്ങ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. അതിനൊക്കെ അരയ്ക്കുന്ന ഒരു മിക്സിയുടെ ജാറെടുത്ത് ഒരു കപ്പ് തേങ്ങയുണ്ട്. തേങ്ങയിലേക്ക് ഒരു 5 വെളുത്തുള്ളി, ഒരു നുള്ളു ജീരകം, 1/2 ടീസ്പൂണ് കടുക്, ഒരല്പം ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ചേർത്ത് ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയത്. കടുക് വറുക്കാൻ വേണ്ടി 2 ചെറിയ ഉള്ളി കട്ട് ചെയ്യണം. പാവയ്ക്ക പച്ചടി റെഡിയാക്കാൻ അടുത്തൊരു ചട്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. അത് കത്തിച്ചു കൊടുക്കാം. അടുത്ത് നമുക്ക് ചട്ടിയിൽ ഓയിലൊഴിച്ച് ഒന്ന് കടുക് വറുത്ത് പച്ചടി ഒന്ന് റെഡിയാക്കാം. ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ചെറിയ ഉള്ളി അതിലിട്ട് കൊടുക്കാം. അതിലേക്ക് കറിവേപ്പില, വറ്റൽമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കടുക് വറുത്ത് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കും. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇലയിൽ കറി ഒഴിക്കുമ്പോഴത്തേക്കും 4 സൈഡായിട്ട് വെള്ളം മാത്രം ഒഴുകിപ്പോവും. അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം നമ്മളിനി ചേർക്കാൻ പാടില്ല. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പാവയ്ക്ക കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കും. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ആ തേങ്ങയുടെ ഫ്ലേവറെല്ലാം പാവയ്ക്കയുടെ ഇതിലോട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കും. ഫ്രൈ ചെയ്ത് വെച്ച പാവയ്ക്ക നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയിലെല്ലാം ഒന്ന് ജസ്റ്റ് മിക്സ് ആവാൻ വേണ്ടി. ഇനി ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല, നമുക്ക് തീ ഓഫ് ചെയ്യാം. തേങ്ങയും പാവയും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ആയിട്ടുണ്ട്.
നമുക്കിതിലേക്ക് ഇത് സ്പൂൺ കൊണ്ട് ബീറ്റ് ചെയ്ത തൈരാണ്. മിക്സിയിൽ അരയ്ക്കരുത്. മിക്സിയിൽ അരച്ചാൽ നല്ല വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ നമുക്ക് നല്ല ലൂസാകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് 1 കപ്പ് തൈരുണ്ട്. നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇപ്പോൾ ആവശ്യത്തിനുള്ള കട്ടി വന്നിട്ടുണ്ട്. നമ്മളിതിന് വേറെ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. വെള്ളം ചേർത്ത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇലയിലേക്ക് സെർവ് ചെയ്യുമ്പോഴത്തേക്കും അത് വെള്ളം ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. 1/4 ടീസ്പൂൺ ഷുഗർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതൊരു ടേസ്റ്റിന് വേണ്ടിയാണ്. അപ്പോൾ ഇതിലാവശ്യത്തിന് ഉപ്പ് എല്ലാം നേരത്തെ ചേർത്തിട്ടുള്ളതുകൊണ്ട്, ഫ്രൈ ചെയ്യാൻ ചേർത്തിട്ടുണ്ട്, തേങ്ങ അരച്ചപ്പോഴും ഉപ്പ് ആവശ്യം ചേർത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് വേറെ ഉപ്പൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കറി റെഡിയാണ്. ഇതാണ് പാവയ്ക്ക പച്ചടി. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.